സോ കൺഗ്രാജുലേഷൻസ് മാഞ്ചസ്റ്റർ സിറ്റി 4 years in a row. ഹിസ്റ്റോറിക്കൽ ഡേ. ആദ്യമായിട്ടാണ് പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിൽ 4 വർഷം അടുപ്പിച്ച് ഒരു ക്ലബ്ബ് പ്രീമിയർ ലീഗ് അടിക്കുന്നത്. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 6 പ്രീമിയർ ലീഗ് ടൈറ്റിൽസ്. കോവിഡ് സീസണിൽ മാത്രം ലിവർപൂൾ, യർഗൻ ക്ലോപ്പിൻ്റെ ലിവർപൂൾ ഒന്ന് സിറ്റിക്ക് പണിയെടുത്തു. അല്ലാതെ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 6 എണ്ണവും പെപ്പ് കുത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, വേറെ ലെവൽ പെർഫോമൻസ്, മെൻറ്റാലിറ്റി മോൺസ്റ്റേഴ്സ്. ഇന്നലത്തെ മാച്ചിലാണ് കളിയുടെ തുടക്കത്തിൽ വെച്ച് തന്നെ നമ്മൾ കണ്ടു ഡോക്കുവിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ നോക്കുവാണെങ്കിൽ കോവസിച്ചിനെ ആൾ ബെഞ്ചിലാക്കിയിരുന്നു. ആൻഡ് ഫസ്റ്റ് തന്നെ ഫിൽഫോർഡിൻ്റെ ഒരു ബാങ്ങർ ഗോള്, പിന്നെയും ഫിൽഫോർഡിൻ്റെ ഒരു ഗോള് 2-0. പിന്നെ വെസ്റ്റാം ഒന്ന് കുഡൂസിൻ്റെ ഒരു വണ്ടർ ഗോളിൽ ഒന്ന് വേർപ്പിച്ചു. പക്ഷെ പിന്നീട് സിറ്റി റോഡ്രിയിലൂടെ ആ 3ാമത്തെ ഗോളും കണ്ടെത്തി വിജയം കംഫർട്ടബിൾ ആക്കുമായിരുന്നു. അപ്പോഴത്തെ ആർസണൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ എവർട്ടണിനോടെതിരെ 2-1 ഒരു വിജയം നേടി. ആദ്യം എവർട്ടനാണ് സ്കോർ ചെയ്തത്, പിന്നീട് ആർസണലിൽ കംബാക്ക് നടത്തുകയായിരുന്നു 2 ഗോളിന്. സോ ഈ ഒരു സീസണിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 2 പോയിന്റിൻ്റെ ഗ്യാപ്പിലാണ് ആർസണലിൻ്റെ കയ്യിൽ നിന്ന് ടൈറ്റിൽ പോയത്. സോ അവർ ബോട്ടിൽ ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഈ സീസൺ ലാസ്റ്റ് സീസണായിട്ട് കമ്പയർ ചെയ്യുമ്പം അവർ പോയിന്റ് സ്റ്റാലിൽ കുറച്ചുകൂടെ ക്ലോസ് ഡൗൺ ചെയ്തു, കൂടുതൽ ഫൈറ്റ് കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, മേ ബി ചില മാച്ചസുകളിൽ എസ്പെഷ്യലി ആസ്റ്റൺ വില്ലയ്ക്ക് അഗെയിൻസ്റ്റ് ഉള്ള 2 മാച്ചുകളും തോറ്റത് അവർക്ക് അടിയായിട്ടുണ്ട്. അത് ക്ലിയർലി അതിൽ ഏതൊരു ഒന്ന് ജയിക്കുവാണെങ്കിൽ ടൈറ്റിൽ ഇപ്പോൾ ആർസണലിൻ്റെ കയ്യിലിരുന്നേനെ, അല്ലെങ്കിൽ ആ 2 മാച്ചും ഡ്രോ ആവുമായിരുന്നെങ്കിലും ടൈറ്റിൽ ഇപ്പോൾ ആർസണലിൻ്റെ കയ്യിലിരുന്നേനെ. സോ ഹാപ്പൻസ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ഈ മാഞ്ചസ്റ്റർ സിറ്റി ടീം ഒരു മെൻറ്റാലിറ്റി മോൺസ്റ്റേഴ്സിൻ്റെ സൈഡാണ്. തടിപ്പിച്ച് 4 വർഷം ബാക്ക് ടു ബാക്ക് ഇങ്ങനെ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ബ്രോ, ഇറ്റ്സ് നോട്ട് ഈസി. അതും ഒരു ട്രിബിളൊക്കെ കഴിഞ്ഞ സീസൺ ചാമ്പ്യൻസ് ലീഗും FA കപ്പും അതുപോലെ തന്നെ പ്രീമിയർ ലീഗ് അടിച്ചതിന് ശേഷം വീണ്ടും ഈ ഒരു മെൻറ്റാലിറ്റി കാണിക്കുക. FA കപ്പ് ഫൈനലിൽ അവർ എത്തിയിട്ടുണ്ട്. ശരിയാണ്, ചാമ്പ്യൻസ് ലീഗിൽ അവർ ഔട്ടായി, ബട്ട് റയൽ മാഡ്രിഡിനോടാണ് ഔട്ടായത്, അതും പെനൽറ്റി ഷൂട്ട് ഔട്ടിലാണ്. യെസ്, ശരിയാണ്, സിറ്റിയിൽ നിന്ന് കൂടുതൽ എക്സ്പെക്ട് ചെയ്യും ചാമ്പ്യൻസ് ലീഗിൽ. പക്ഷേ എന്നാലും ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ് ഹാപ്പൻസ്. ഇങ്ങനെ ഫൈറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ചില്ലറ കാര്യമില്ല. എനിക്ക് ഉറപ്പാണ് അടുത്ത വർഷവും പെപ്പ് ഗോർഡിയോളയും ടീമും അവിടെ കോമ്പറ്റീഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കാണും. സോ പെപ്പ് ഗോർഡിയോള പോസ്റ്റ് മാച്ചിൽ വന്ന് പറഞ്ഞത് ഐ ആം ക്ലോസർ ടു ലീവിങ് ദാൻ സ്റ്റേയിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇൻ 2025. അതായത് പ്രോബ്ലി പെപ്പ് ഗോർഡിയോളയുടെ ലാസ്റ്റ് സീസൺ ആവാം നെക്സ്റ്റ് എന്നുള്ള സൂചന അയാൾ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താവുന്നത്. എന്തായാലും റൈവൽ ഫാൻസ് എല്ലാം വളരെ ഹാപ്പിയോടെ കേട്ടൊരു ന്യൂസ് ആയിരിക്കും അത്. ഐ എം ഷുവർ മാൻ സിറ്റി ഫാൻസിന് കേൾക്കാൻ ഒട്ടും ആഗ്രഹമില്ലാത്തൊരു ന്യൂസ് ആയിരിക്കും പെപ്പ് ഗോർഡിയോള പോകുന്നത്. സോ ഇന്നലത്തെ മാച്ചിൽ കംഫർട്ടബിൾ ആയൊരു 3-1 വിക്ടറി സിറ്റി ആസ് ഓൾവേസ്. നമ്മളിപ്പം സിറ്റിയുടെ പെർഫോമൻസിന് ആരും കുറച്ച് കാണരുത്. കാരണം ഇത് നിസ്സാര കാര്യമല്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. ഇത് നിസ്സാരമായൊരു കാര്യമല്ല. കാരണം ഇപ്പം പ്രീമിയർ ലീഗിൽ ഓൾമോസ്റ്റ് എല്ലാ ടീമിനും നല്ലപോലെ തന്നെ ഫണ്ട്സ് കിട്ടുന്നുണ്ട്, നല്ലപോലെ തന്നെ അത്യാവശ്യം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ മിഡ് ടേബിൾ ടീമുകൾക്ക് പോലും പണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് അഥവാ 15 വർഷങ്ങൾക്ക് മുമ്പ് അഥവാ 2000-ങ്ങളിൽ പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അന്ന് പ്രോബ്ലി 2-3 ക്ലബ്ബ്, എസ്പെഷ്യലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി അബ്രാമോവിച്ച് വന്ന ടൈമിൽ, ആൻഡ് മേ ബി ആർസണൽ, ലിവർപൂൾ അത്ര സ്പെൻഡ് ചെയ്യുന്നില്ല. എന്നാലും ആർസണലും അത്ര സ്പെൻഡേഴ്സ് അല്ല. എന്നാലും 2-3-4 ക്ലബ്ബ് ഒഴികെ ബാക്കി ആരും അങ്ങനെ ഇതൊരു സ്പെൻഡിങ്ങിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഇപ്പം പ്രീമിയർ ലീഗ് നമ്മൾ നോക്കാനാണെങ്കിൽ അത്യാവശ്യം റെലഗേഷൻ സോണിൽ നിന്ന് പോലും കയറി വരുന്ന ടീമുകൾ അത്യാവശ്യം സ്പെൻഡിങ് പവർ ഉണ്ട്. ഈവൻ ടോപ്പ് 10 ടീമുകൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ എല്ലാ ടീമുകളും ഇപ്പോൾ അത്യാവശ്യം ഫണ്ട്സ് ഇറക്കുന്നുണ്ട്. സോ അതിനിടയിൽ ഈ കോമ്പീറ്റ് ചെയ്ത് ടൈറ്റിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. സോ എല്ലാവരും ഇപ്പം സിറ്റി ഫാൻസിനെ ഇപ്പോൾ കുറേ കമൻറ്റ്സ് ഞാൻ ഇന്നലെയും കണ്ടു. ഇന്നലെ കുറേ ഇത് കണ്ടു, 115 ചാർജസ്, അതിൻ്റെ ബലത്തിൽ 4 എണ്ണം അടിക്കുന്നു. അപ്പോൾ അതൊന്നും എളുപ്പമല്ല. ഇപ്പം 115 അല്ല, 120 അല്ല, 150 അല്ല, 215 ചാർജസ് ഉണ്ടായിക്കോട്ടെ. ബാക്ക് ടു ഈ 4 ടൈറ്റിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് പിച്ചിൽ കളിക്കണം. എത്ര ചാർജസ് ഉണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് പിച്ചിലിറങ്ങി പെർഫോം ചെയ്യാതെ ടൈറ്റിൽ അടിക്കാൻ പറ്റത്തില്ല. സോ അവർ പിച്ചിലിറങ്ങി പെർഫോം ചെയ്ത് തന്നെയാണ് ടൈറ്റിൽ അടിക്കുന്നത്. യെസ്, ശരിയാണ്, ഈ 115 ചാർജസ് അവരുടെ മേലിൽ ആരോപിച്ച് കിടപ്പുണ്ട്. അതിൻ്റെ ട്രയൽസ് നടക്കുന്നുണ്ട്. അത് ഈ ഒരു ടീമിൻ്റെ തന്നെയല്ല, അത് വർഷങ്ങളായിട്ട് അവർ നടത്തി തന്നെയാണ്. പണ്ടത്തെ early 2000s 10s തൊട്ടുള്ളതേ ഉണ്ട്. അഥവാ ഈ പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ചാർജസ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം, ഈ FFP സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാർജസും മറ്റുമൊക്കെ ഇവർക്ക് മേലെ വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പണ്ടത്തെ ഈ FFP പണ്ട് ഒട്ടും സംഭവമേ ഇല്ലായിരുന്നു, റെഗുലേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. സോ അന്ന് ബുക്സ് ബാലൻസ് ചെയ്യാതെ ഇങ്ങനത്തെ ഒക്കെ ഇതുണ്ട്. സോ പല ടീമുകൾ ഇപ്പം നമ്മൾ പണ്ട് പ്രീമിയർ ലീഗ് ടീമുകളെല്ലാം പ്രോപ്പറായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇല്ല. സോ ഇപ്പോൾ FFP ഉള്ളതിനാൽ തന്നെ ഇവർ കൂടുതൽ കോട്ടപ്പായിട്ടുണ്ട്. ശരിയാണ്, സിറ്റി കാണിച്ചത് റൂൾസിന് അഗെയിൻസ്റ്റ് ആണ്. അത് ഫൈൻഡ് ചെയ്താൽ അതിനുള്ള ചാർജസും അതിനുള്ള പണിഷ്മെൻറ്റ് അവർക്ക് കിട്ടുക തന്നെ ചെയ്യണം. പക്ഷെ അത് ഫൈൻഡ് ചെയ്ത് പണിഷ്മെൻറ്റ് കിട്ടട്ടെ.
കിട്ടിയാലും നമ്മളാണെങ്കിൽ ഈ കാണിച്ച ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതൊന്നും എളുപ്പമല്ല ബ്രോ. കാരണം 7 സീസണിടെ 6 ടൈറ്റിൽ അടിക്കുക, അത് ഈ 115 ചാർജസിൻ്റെ പേര് പറഞ്ഞ് കളിയാക്കി കുറച്ച് കാണേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത് ക്ലിയർലി അവർ പൊരുതി കളിച്ച് തന്നെയാണ് നേടിയിരിക്കുന്നത്. സോ ഈ 115 ചാർജസ് അവരുടെ ട്രാൻസ്ഫേഴ്സിനും മറ്റും, കൂടാതെ അവരുടെ ബുക്സിൻ്റെ മറ്റുമൊക്കെ ബാലൻസിൻ്റെ ഒക്കെ ചെയ്യുന്നതിൻ്റെ കാര്യത്തിലാണ് വന്നിരിക്കുന്നത്. അല്ലാതെ പിച്ചിൽ പെർഫോം ചെയ്യുന്നതിൻ്റെ ബേസിലോ അതോ പിച്ചിലാണെങ്കിൽ മോശമായിട്ട് അതോ പെർഫോം ചെയ്താൽ ഞങ്ങൾ ജയിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള ചാർജസ് അല്ല. സോ അവർ കളിച്ച് തന്നെയാണ് ഈ ടൈറ്റിൽ നേടിയിരിക്കുന്നത്. 4 year in a row, 6th title in last 7 years. പെപ് ഗോർഡിയോള ഇസ് ടേണിങ് ദിസ് പ്രീമിയർ ലീഗ് ഇൻറ്റു എ കണ്ടന്റ് ലീഗ് എന്ന് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷേ ഫൈറ്റ് എല്ലാ വർഷം കാണാറുണ്ട്. പക്ഷേ ഇറ്റ്സ് ലൈക്ക് നേരത്തെ പ്രീമിയർ ലീഗിൽ ഓരോ വർഷം ഓരോരോ ചാമ്പ്യന്മാരെ കൺട്രോൾ നടത്തുന്നത്. ഇപ്പോൾ സിറ്റി ഫസ്റ്റ് ആര് സെക്കൻഡ് എന്നുള്ളൊരു ചോദ്യത്തിലോട്ട് വരുവാണ്. സോ അവിടുന്ന് നേരെ നമ്മൾ ആർസണലിൻ്റെ കാര്യത്തിലോട്ട് ഒന്ന് നടക്കണം. സോ ആർസണൽ ബോട്ടിൽ ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ആർസണൽ ഈ സീസൺ നല്ലപോലെ തന്നെ ഫൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈവൻ ടോപ്പ് 6 സൈഡ്സിനകത്ത് ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ടീമും ആർസണലാണ്. പക്ഷേ അവർ ചില ക്രൂഷ്യൽ മാച്ചുകളിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു. അതാണ് അവർക്ക് ബാക്ക് ഫയർ ചെയ്തത്. ഇന്നലെ ആണ്ട് എവർട്ടൺ അഗേൻസ്റ്റ് പുറകുന്നതിന് ശേഷം ഒരു കംബാക്ക് നടത്തി. ലാസ്റ്റ് അവർ ആ വിക്ടറിക്ക് വേണ്ടി പൊരുതുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് കായ് ഹാവേർട്സിൻ്റെ സെക്കൻഡ് ഗോൾ 89th മിനിറ്റിലാന്ന് തോന്നുന്നു വരുന്നു. ആൻഡ് ഈ അർട്ടേറ്റയുടെ കുറേ പേര് ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിങ് കാണുക, ഇപ്പം നിങ്ങൾക്ക് കാണാം അർട്ടേറ്റ എന്നാ പറയുക ഇൻഹെറിറ്റ് ചെയ്ത ആ ഒരു സൈഡ്. അർട്ടേറ്റ ഫസ്റ്റ് കോച്ചാകുമ്പോൾ ഈ ഒരു ടീമിന് ഉനായ് എമറിയുടെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കുമ്പോൾ ഈ ഒരു സ്ക്വാഡ് നിങ്ങൾ നോക്കുക. അന്ന് നിങ്ങൾ ഏതൊരു ആർസണൽ ഫാനോടും 4 വർഷത്തിന് ശേഷം നിങ്ങളാണെങ്കിൽ കണ്ടിന്യൂസ് സെക്കൻഡ് ഫിനിഷ് ചെയ്യും, ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് വരും, ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽസിലോട്ട് കിടക്കും. ഈവൻ സിറ്റിക്ക് നിങ്ങളായിരിക്കും ഒരു ഫൈറ്റ് കൊടുക്കുക. ഒരു 4 സീസണിന് ശേഷം അതോ ഒരു 5 സീസണിന് ശേഷം 4 സീസണിന് ശേഷം നിങ്ങൾ ലീഗിൽ കണ്ടിന്യൂസ് സെക്കൻഡ് ഫിനിഷ് ചെയ്യുന്ന ഒരു ടീമാവും എന്ന് പറഞ്ഞാൽ പല ആർസണൽ ഫാൻസും 2 കൈ നീട്ടി അത് സ്വീകരിക്കുമായിരുന്നു അല്ലേ. ചാമ്പ്യൻസ് ലീഗിൽ ക്വാളിഫൈ ആവുക, സിറ്റിക്ക് ഒരു ഫൈറ്റ് കൊടുക്കുക, ഇവൻ ലീഗിൽ സെക്കൻഡ് ബെസ്റ്റ് ടീം ആവുക, അതൊക്കെ നിസ്സാര കാര്യമല്ല. അത് പല ആർസണൽ ഫാൻസും അന്നത്തെ ഒരു ആർസണൽ ഓർക്കുക. യൂറോപ്പ ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആർസണൽ, യൂറോപ്പ ലീഗ് എന്ന ക്വാളിഫിക്കേഷൻ മാത്രം സ്വപ്നം കാണുന്ന ആർസണൽ, ആ ടീമിനെയാണ് പുള്ളി ഏറ്റെടുത്തതിന് ശേഷം പലരും പറയും ഇപ്പോൾ 600 മില്യൺ ഇറക്കി, 650 മില്യൺ ഇറക്കി, എന്നിട്ട് അർട്ടേറ്റ എന്ത് നേടി. ബ്രോ, സക്സസ്ഫുൾ പ്രോജക്റ്റ് അല്ല, ബട്ട് ഒരു ബിൽഡിങ്, ഒരു സക്സസ്സിലേക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഈ ആർസണലിൻ്റേത്. സോ നമുക്കറിയാം പെപ് ഗോർഡിയോളയ്ക്ക് അഗെയിൻസ്റ്റ് ആണ് മത്സരിക്കുന്നത്. സോ ക്ലോപ്പിന് പോലും ഇത്രയും വർഷത്തിനിടയിൽ ആപ്പാട് ഒരേ ഒരു ലീഗ് ടൈറ്റിലെ നേടാനായിട്ട് സാധിച്ചിട്ടുള്ളൂ അഗെയിൻസ്റ്റ് പെപ് ഗോർഡിയോള. സോ റിലേറ്റീവ്ലി ഒരു ഫസ്റ്റ് സീനിയർ ജോബ് ഏറ്റെടുക്കുന്ന അർട്ടേറ്റയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമുണ്ട്. സോ നമുക്കിപ്പോൾ മണി സ്പെൻഡ് ചെയ്ത ടൈറ്റിൽ കിട്ടും എന്നുള്ള ഗ്യാരണ്ടി പറയാൻ പറ്റും. ഇപ്പോൾ ചെൽസി ഒരു സീസണിൽ തന്നെ ലാസ്റ്റ് ഇയറൊക്കെ നമ്മൾ 500-550 മില്യനൊക്കെ സ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ പല ക്ലബ്ബുകളും ഇപ്പം എത്ര എമൗണ്ട്സ് സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ അർട്ടേറ്റ കഴിഞ്ഞ 5 സീസണിലായിട്ട് 600+ മില്യൺ സ്പെൻഡ് ചെയ്തു. പക്ഷേ നിങ്ങൾ ആദ്യം ഏറ്റെടുത്ത സ്ക്വാഡ് നോക്കുക, അവിടെ എന്തുമാത്രം അതൊരു കംപ്ലീറ്റ് സ്ക്വാഡല്ലായിരുന്നു, ഫുൾ ചേഞ്ച് വരുത്തേണ്ട സ്ക്വാഡായിരുന്നു, കംപ്ലീറ്റ്ലി ഓവർഹോൾ വരുത്തേണ്ട സ്ക്വാഡാണത്. സോ അത് ആൾ ഗ്രാജുവലി ബിൽഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആവണമെങ്കിൽ ടൈറ്റിൽ അടിക്കാതെ ഒരു പ്രോജക്റ്റ് നമ്മൾ സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല. സോ ഇതൊരു സക്സസ്സിലേക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റാണ്. സോ അർട്ടേറ്റ ഒരു ഫെയിലിയർ ആണ്, അർട്ടേറ്റ ബോട്ടിലർ ആണെന്നൊക്കെ പറയുന്നത് ശരിയല്ല എൻ്റെ ഒരു ഒപ്പീനിയനിൽ. ഐ തിങ്ക് ഹി ഷുഡ് ബി ഗിവൺ ടൈം. നെക്സ്റ്റ് സീസൺ പെപ്പിന് കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ട് റിയലിസ്റ്റിക്കലി എല്ലാവരും നോക്കുന്ന ഒരേ ഒരു കോച്ച് അർട്ടേറ്റയാണ്. നെക്സ്റ്റ് സീസൺ പൊച്ചറ്റീനോ ടോപ്പ് 4 റേസിലായിരിക്കും ചെൽസി ഉണ്ടാവുക. അതുപോലെ തന്നെ മാൻ യുണൈറ്റഡിൻ്റെ ലക്ഷ്യം ടോപ്പ് 4 ആയിരിക്കും. ടൈറ്റിലൊന്നും നെക്സ്റ്റ് സീസൺ ഈ 2 ക്ലബിന് മോഹിക്കാൻ പറ്റത്തില്ല. അപ്പുറത്ത് പിന്നെ അർണ സ്ലോട്ടാണ്, എന്താവും എന്ന് പറയാൻ പറ്റത്തില്ല. എക്സ്പെക്ടേഷൻസ് റിയലി ലോ ആണ്. ഈവൻ ലിവർപൂൾ ഫാൻസിൻ്റെ എക്സ്പെക്ടേഷൻ ലോ ആണ്, ന്യൂട്രൽ ഫാൻസിൻ്റെ എക്സ്പെക്ടേഷൻ ലോ ആണ്. മേ ബി നെക്സ്റ്റ് സീസൺ ലിവർപൂളിൽ കുറേ ചേഞ്ചുകൾ നമ്മൾ കണ്ടെന്ന് വരാം. ആൻഡ് ഓൺലി പോസിബിലിറ്റി ആർസണലാണ്. നെക്സ്റ്റ് സീസണിൽ സിറ്റിക്ക് ഒരു കോമ്പറ്റീഷൻ കൊടുക്കുമെന്ന് തോന്നുന്ന ടീം ആർസണലാണ്. സോ ലാസ്റ്റ് ഇയർ ഓരോ വർഷം ചെല്ലുന്നവരും ഒരു പോയിന്റ്സ് ഗ്യാപ്പ് കുറച്ച് വരുന്നുണ്ട്, വിച്ച് ഇസ് എ പോസിറ്റീവ് തിങ്. ആൻഡ് ഈ സീസൺ അവർ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ എത്തുകയും ചെയ്തു. ബയണിനോട് തോറ്റാണ് പുറത്തായത്. സോ അതൊരു മോശം സീസണല്ല. ശരിയാണ്, ടൈറ്റിൽസ് ഇല്ല. അറ്റ് ദ എൻഡ് ആർസണൽ ഒട്ടും ടൈറ്റിൽസ് ഇല്ല. ടൈറ്റിൽസ് മാറ്റേഴ്സ്. നമുക്കറിയാം ട്രോഫീസ് ആണ് ദ ബിഗസ്റ്റ് തിങ് ഇൻ ഫുട്ബോൾ. ട്രോഫീസിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് മോർ ദാൻ എനിത്തിങ്. സോ ട്രോഫീസ് ഇല്ല, അത് ശരിയാണ്. ആർസണലിൻ്റെ ഈ ഒരു ടെന്നറിൽ പുള്ളിക്ക് ആപ്പാട് ഒരു FA കപ്പും 2 കമ്മ്യൂണിറ്റി ഷീൽഡുമാണ് പുള്ളിയുടെ നേട്ടം. സോ അത് കമ്പാരിറ്റീവ്ലി ഇപ്പം ലീഗിലോട്ട് അടിക്കും എന്നുള്ള രീതിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോപ്പ് ഇറ്റ് ഹാപ്പൻസ് എന്നേ പറയുന്നുള്ളൂ. ഇപ്പോൾ പെപ് ഗോർഡിയോളയുടെ ലാസ്റ്റ് സീസണാണ് നെക്സ്റ്റ് എന്ന് പറയുന്നു. നമുക്ക് നോക്കാം. അതിനുശേഷം പ്രോബ്ലി ലീഗിൽ അവശേഷിക്കുന്ന ഏറ്റവും ബെസ്റ്റ് മാനേജർ അർട്ടേറ്റ ആയിരിക്കും, ആർക്കറിയാം. അല്ലെങ്കിൽ നെക്സ്റ്റ് സീസൺ പ്രോബ്ലി സിറ്റി ഇത്രയും ഇതല്ലാതെ നെക്സ്റ്റ് സീസൺ സിറ്റിനെ മറികടക്കാനായിട്ടുള്ള എന്തെങ്കിലും തന്ത്രം അർട്ടേറ്റ സെറ്റ് ചെയ്യുമോ നോക്കാം. സോ ഈ സീസൺ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സിറ്റിക്ക് അഗെയിൻസ്റ്റ് 2 ലെഗിലുമായിട്ട് 1 ലെഗിൽ വിജയം, 1 ലെഗിൽ ഡ്രോയും. ഇവൻ ലിവർപൂൾ അഗെയിൻസ്റ്റ് ആണെങ്കിലും എല്ലാ ടോപ്പ് സൈഡ്സിന് അഗെയിൻസ്റ്റും, യുണൈറ്റഡിന് അഗെയിൻസ്റ്റ് ആണെങ്കിലും
ചെൽസിക്ക് അഗേൻസ്റ്റ് ആണെന്ന് ഒരു കളി ഡ്രോ ആയി, മറ്റേ കളി ജയിച്ചു, നല്ല മാർജിന് ജയിച്ചു. സോ എല്ലാ ടീംസ് അഗേൻസ്റ്റും ആർസണൽ നല്ലപോലെ പെർഫോം ചെയ്തു. പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ മാച്ചസുകളുണ്ട് പോയിന്റ്സ് എടുക്കണമെന്ന് ഉറപ്പുള്ള, അവിടെയാണ് ആർസണലിന് പണി കിട്ടിയത്. സോ ഇതാണ് ഓവറോൾ ഈ ഒരു സീസണിൻ്റെ ഒരു ഇത് പറയാനായിട്ടുള്ളത്. ഐ തിങ്ക് ബോത്ത് സൈഡ്സ് ഡിസേർവ്സ് ആൻ അപ്ലോസ്. ആർസണലിനും അതുപോലെ തന്നെ സിറ്റിക്കും. ആൻഡ് സിറ്റി ഒബ്വിയസ്ലി is doing something serious, bro. Pep Guardiola is turning this team into something else. നെക്സ്റ്റ് സീസൺ പല ട്രാൻസ്ഫർ റൂമേഴ്സും കേൾക്കുന്നുണ്ട്, പല സംഭവങ്ങളും കാണുന്നു. ഇന്നലത്തെ മാച്ചിന് ശേഷം പെപ് ഗോർഡിയോളയുടെ ആ ഒരു പ്രസ്താവന, നെക്സ്റ്റ് മാൻ സിറ്റി കോച്ച് ആരാണ് എന്നുള്ളൊരു ഡിസ്കഷൻ പ്രോബ്ലി തുടങ്ങി വെക്കാം. എന്നെങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇന്നലെ യോർഗൻ ക്ലോപ്പിൻ്റെ കാര്യമാണ് പറയണം. യോർഗൻ ക്ലോപ്പ് ഇന്നലെ ആളുടെ ലാസ്റ്റ് മാച്ച് ആസ് എ ലിവർപൂൾ കോച്ചായിരുന്നു. സോ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡിസ്കഷൻ ഇനിയും നടത്താം. ആൾ ഇന്നലെ ഒരു 2-0 വിക്ടറി വൂൾസിനെ അഗെയിൻസ്റ്റ് ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ നേടിയ 2 ഗോളായിരുന്നു. ഇപ്പം സെവൻഡോയ്ക്കൊക്കെയാണ് തോന്നുന്നു റെഡ് കാർഡ് കിട്ടിയ മത്സരത്തിൽ. ആൻഡ് ഇമോഷണലി ക്ലോപ്പ് ലാസ്റ്റ് ആ സീൻസൊക്കെ കണ്ടപ്പം ഇവന്തോ നമ്മളൊരു ലിവർപൂൾ ഫാൻ അല്ലെങ്കിലും ബീങ് എ ക്ലോപ്പ് ഫാൻ നമ്മൾ നല്ലപോലെ തന്നെ ഇമോഷണലി ഇതായി. ആ ലാസ്റ്റ് ആളുടെ ഒരു ഫിസ്റ്റ് ഉണ്ടല്ലോ, ദാറ്റ് വാസ് സംതിങ് എൽസ് മാൻ, ദാറ്റ് വാസ് സംതിങ് എൽസ്. അത് ദാറ്റ് വിൽ ബി മിസ്. ലിവർപൂൾ ഫാൻസ് ഉറപ്പായിട്ടും അത് മിസ് ചെയ്യും. ഐ തിങ്ക് റൈറ്റ് ടൈം ടു മൂവ്. ഞാൻ പറഞ്ഞു യോർഗൻ ക്ലോപ്പ് മൂവ് ചെയ്യാനുള്ള ടൈമായി. ഐ തിങ്ക് ആൾ ഫറ്റീഗ്ഡ് ആണ്, നമുക്ക് കാണാം. സ്ക്വാഡിലും ഇപ്പോൾ ആൾക്ക് കുറേ ഇപ്പോൾ ഇമോഷണലി ഇപ്പോൾ പെപ്പുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇമോഷണലി വളരെ അറ്റാച്ച്ഡ് ആവുന്ന ഒരു കോച്ചാണ് പ്ലേയേഴ്സുമായിട്ട്. സോ ഇപ്പം ലിവർപൂൾ ടീമിനും കുറച്ച് ചേഞ്ചസ് വേണം. ഐ തിങ്ക് ക്ലോപ്പിനും മതിയായി, പുള്ളിക്ക് ഒരു ചേഞ്ച് വേണമെന്ന് തോന്നുന്നു. ഐ തിങ്ക് ദ റൈറ്റ് ടൈം ടു മൂവ് ഓൺ. ശരിയാണ്, ടൈറ്റിൽ അടിച്ച് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായനെ. ഇപ്പം ഈ സീസൺ ഈ വർഷം തുടങ്ങുമ്പോൾ ലിവർപൂൾ എല്ലാ കോമ്പറ്റീഷനിലും ഉണ്ടായിരുന്നു. പക്ഷേ ബൈ ദ എൻഡ് എർലി കറബോ കപ്പ് മാത്രമായിട്ടാണ് പോവുക. എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് കറബോ, യൂറോപ്പ ലീഗ്, പ്രീമിയർ ലീഗ്, FA കപ്പ് ഈ എല്ലാ കോമ്പറ്റീഷനിലും ഉണ്ടായിരുന്നു. പക്ഷേ കറബോ കപ്പ് അടിച്ച് നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയെങ്കിലും പിന്നീട് അങ്ങോട്ട് ലിവർപൂളിൻ്റെ ഡൗൺഫോളാണ് നമ്മൾ കണ്ടത്. ക്ലോപ്പിൻ്റെ ടാക്ടിക്കലി നമ്മൾ ക്ലോപ്പിനെ ഇഷ്യൂസ് പറയാം. പക്ഷേ എന്നാലും മോർ ദാൻ ദാറ്റ് ഐ തിങ്ക് പ്ലേയേഴ്സ് ഈ സീസൺ ലിവർപൂളിൻ്റെ പ്ലേയേഴ്സ് ക്ലോപ്പിനെ കുറച്ച് ലെറ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. കോച്ചിലും ക്ലോപ്പിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും മോർ ദാൻ ദാറ്റ് പ്ലേയേഴ്സാണ് മോർ ഇമ്പോർട്ടൻ്റ്ലി ക്ലോപ്പിന് ഈ സീസൺ ലെറ്റ് ഡൗൺ ചെയ്ത്. നമുക്ക് നോക്കാം എന്താണ് അർണ സ്ലോട്ട് വന്ന് ചെയ്യാൻ പോകുന്നത്. അർണ സ്ലോട്ട് വന്നതിന് ശേഷം ലിവർപൂൾ മാറ്റങ്ങൾ എന്തൊക്കെയാണ്. മൈക്കിൾ എഡ്വേർഡ്സ്, റിച്ചാർഡ് ഹ്യൂക്സ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് നോക്കാം എന്തായി മാറുമെന്ന്. ഐ തിങ്ക് ക്ലോപ്പ് വിൽ ബി റിയലി ഇൻസ്റ്റോൾ. ക്ലോപ്പിന് പ്രീമിയർ ലീഗിൽ ക്ലോപ്പിനെ എല്ലാവരും മിസ് ചെയ്യും. ഈവൻ റൈവൽ ഫാൻസ് പോലും മിസ് ചെയ്യും. കാരണം അതൊരു ഇമോഷനായിരുന്നു. ക്ലോപ്പ് എന്ന് പറഞ്ഞൊരു ഇമോഷനായിരുന്നു. ഐ തിങ്ക് ഇറ്റ് ഹാപ്പൻസ്, അത്രേ ഉള്ളൂ. സോ അപ്പുറത്ത് പിന്നെ ചെൽസി ജയിച്ചിട്ടുണ്ട്. 2-1 ബോർണ്മത്തിനെ തോൽപ്പിച്ചു. ഐ തിങ്ക് ക്രൂഷ്യലായ ഒരു വിക്ടറിയാണ്. നെക്സ്റ്റ് വീക്കിൽ യൂറോപ്പ ലീഗിലോട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് 6th സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും പ്രീമിയർ ലീഗിൽ നിന്ന് 2 ടീമിനെ കിട്ടത്തുള്ളൂ. സോ FA കപ്പിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സിറ്റി തോൽപ്പിച്ചാലേ യൂറോപ്പ ലീഗിലോട്ട് ചെൽസിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി മാൻ യുണൈറ്റഡ് ഇൻ ദ യൂറോപ്പ ലീഗ്. സോ സ്പേഴ്സ് ഓൾറെഡി കയറിയിട്ടുണ്ട്. സോ ചെൽസി ഫാൻസ് എന്തായാലും മാൻ യുണൈറ്റഡ് നെക്സ്റ്റ് വീക്ക് തോക്കാനായിട്ടായിരിക്കും ആഗ്രഹിക്കുക. മെയിൻലി ബിക്കോസ് യൂറോപ്പ ലീഗ് സ്ക്വാഡ് അവർക്ക് വേണം. കോൺഫറൻസ് ലീഗ് കളിക്കുന്നതിനേക്കാളും താല്പര്യം അതായിരിക്കുമല്ലോ. സോ ആ 6th സ്പോട്ട് കിട്ടി യൂറോപ്പ ലീഗ് ക്വാളിഫൈ ചെയ്ത് കൺഫേം ആക്കാനായിട്ട് നെക്സ്റ്റ് വീക്ക് മാൻ യുണൈറ്റഡ് തോക്കുകയും കൂടെ വേണം. എന്തായാലും ഇനിയും സീസണിൽ അവശേഷിക്കുന്നത് കുറേ ഇമ്പോർട്ടൻറ്റ് മാച്ചുകളുണ്ട്. ഇന്നലെ ബാർസ റയൽ മാച്ച്, അതിനെക്കുറിച്ച് പറ്റുവാണെങ്കിൽ ഞാനൊരു വീഡിയോ ഇടാം. നാളെ പറ്റുവാണെങ്കിൽ ഇടാം. ഞാൻ ഇന്നലെ ബാർസയുടെ മാച്ചാണ് കുറച്ചേരം ഇന്ന് കണ്ട്. കുറച്ചേരം ഓൾമോസ്റ്റ് 70-80% ഇപ്പോൾ സ്ട്രീമിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് കാണുമായിരുന്നു. പിന്നെ ഇന്നലെ റയലിൻ്റെ ഒരു 1.5 മാച്ചായിരുന്നു. സ്വർണത്തിൻ്റെ 4 ഗോള്, ഗൂളറിൻ്റെ ഡബിള്, എന്തൊക്കെയാണ് നടക്കുന്നതല്ലേ. സോ ഇനി അവശേഷിക്കുന്ന ബിഗ് മാച്ചസ് ഏതാണ്? FA കപ്പ് ഫൈനലുണ്ട്, യുണൈറ്റഡ് വേഴ്സസ് സിറ്റി. ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ റയൽ മാഡ്രിഡ് വേഴ്സസ് ബൊറുസിയ ഡോർട്ട്മണ്ട്. ആൻഡ് യൂറോപ്പ ലീഗ് ഫൈനൽ അറ്റ്ലാന്റ വേഴ്സസ് ബയർ ലെവർകൂസൻ. ഈ 3 ഇമ്പോർട്ടൻറ്റ് മാച്ചസ് ആണ് ഈ അവസരിക്കുന്നത്. ലലീഗയിൽ ഒരു മാച്ച് ഡേ വീക്ക് കൂടെ ഉണ്ട്. സോ നമുക്ക് നോക്കാതെ അത് വലിയ പ്രയോറിറ്റി ഒന്നും ഇല്ല. ഐ തിങ്ക് ലലീഗയിലെ പോയിന്റ്സ് ടേബിൾ സെറ്റ് ആയിട്ടുണ്ട്. അവിടെ ഇനിയും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. റയൽ മാഡ്രിഡ് ഫസ്റ്റ്, ബാർസലോണ സെക്കൻഡ്, ജിറോണ തേർഡ് ആൻഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഫോർത്ത്. ബ്രോ, ജിറോണ ഇസ് ഗോയിങ് ടു പ്ലേ ചാമ്പ്യൻസ് ലീഗ് നെക്സ്റ്റ് സീസൺ. അടിപൊളി ഫെയറി ടെയിൽ സ്റ്റോറീസ് ആണ് അതൊക്കെ. ആസ്റ്റൺ വില്ല, ജിറോണ ഇവരൊക്കെ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നു. ബയർ ലെവർകൂസൻ ടൈറ്റിൽ അടിക്കുന്നു, അത് അൺബീറ്റൻ ആയിട്ട് ടൈറ്റിൽ അടിക്കുന്നു. ബൊളോഗ്ന വിൽ ബി പ്ലേയിങ് ചാമ്പ്യൻസ് ലീഗ് നെക്സ്റ്റ് സീസൺ. സോ നെക്സ്റ്റ് സീസൺ അതൊരു രസമാണ്. നെക്സ്റ്റ് സീസൺ ബൊളോഗ്ന, ജിറോണ, ആസ്റ്റൺ വില്ല പലരും
ബയർ ലെവർകുസൻ പലരും ചാമ്പ്യൻസ് ലീഗ് കളിക്കും ടോപ്പ് 4 എത്തുമെന്ന് എക്സ്പെക്ട് ചെയ്തതാണ്. അതെങ്കിൽ 100% ഉറപ്പാണ്, പലരും എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷേ ടൈറ്റിൽ അടിക്കുമെന്ന് ഓർത്തില്ല. പക്ഷേ ബൊളോഗ്ന, ആസ്റ്റൺ വില്ല, ജിറോണ ഈ 3 സൈഡും ചാമ്പ്യൻസ് ലീഗിൽ നെക്സ്റ്റ് സീസൺ വരുന്നത് ആരും പ്രൊഡിക്ട് ചെയ്ത് കാണത്തില്ല. അവരൊരു 3 പേര് എത്തിയിട്ടുണ്ട്. റിയലി ഇൻട്രസ്റ്റിംഗ് ബ്രോ, റിയലി ഇൻട്രസ്റ്റിംഗ്. നെക്സ്റ്റ് സീസൺ ചാമ്പ്യൻസ് ലീഗിൽ ഇങ്ങനെ എക്സൈറ്റിംഗ് ആയ ടീമുകൾ വരട്ടെ, അവർ നല്ലപോലെ പെർഫോമും ചെയ്യട്ടെ എന്നതിലാണ് കാര്യം. സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ ബൈ.